മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്നലെ രാത്രി ഒരു മെഗാ അപരാധം കണ്ടു. രാവിലെ ഒരെണ്ണം കണ്ടു, അത് പിന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രാത്രി കൊടൂരമായ ഒരു അപരാധം കണ്ടു. ഫാമിലി സ്റ്റാർ വിജയ് ദേവരകൊണ്ട, മൃണാൾ താക്കൂർ, ജഗപതി ബാബു, പിന്നെ കുറേ പടങ്ങളിലൊക്കെ ഉള്ള മറ്റേ അല്ലു അർജുൻ്റെ ഒക്കെ കൂടെ ഉള്ളൊരു മച്ചാൻ, പിന്നെ വേറെ കുറേ ആൾക്കാർ, ബാക്കിയാരെ അറിഞ്ഞൂടാ. അപ്പോൾ കഥ എന്ന് പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കൺകണ്ട ദൈവമായ ഒരു അനിയൻ, അതായത് പഴയ വിജയ പടങ്ങളിലും പഴയ ലാലേട്ടൻ പടങ്ങളിലേക്കും ഉള്ള പ്ലോട്ട്. വളരെ കഷ്ടപ്പാട്, നല്ല ഉള്ളത് വെച്ച് നല്ല ജീവിതം, ലളിതമായ ജീവിതം, റേഷൻ കടയിൽ പോക്ക്, മറ്റേ പാല് കറന്ന് വാങ്ങിക്കൽ, പിള്ളേരെ അയക്കൽ, എല്ലാം പുള്ളിയാണ് ഫാമിലി സ്റ്റാർ. ഫാമിലി മാൻ അങ്ങ് തുടക്കത്തിലെ നമുക്കിങ്ങനെ ഇട്ട് തന്നിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ഇട്ട് തരികയാണ്. അപ്പോൾ മൃണാൾ താക്കൂറിൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ വീട്ടിൽ ഒരു മറ്റേ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് വെച്ചാൽ മുകളിൽ റെന്റിന് താമസിക്കാൻ വരുന്ന ഒരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി വരുന്നു, ഫാമിലിയും ഇവനൊക്കെ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. നമ്മുടെ വിജയ് അണ്ണനെ, വിജയ് അണ്ണനും പറയാൻ പറ്റില്ലേ, ഇവരെ ദേവരകൊണ്ട അണ്ണനെ പ്രേമിച്ച് ഒരു പാട്ടിലാക്കുന്നു. വീട്ടുകാരായിട്ട് ക്ലോസ്, നാട്ടുകാരായിട്ട് ക്ലോസ്, എല്ലാവരായിട്ടും ക്ലോസ്. എന്നിട്ട് അവസാനം വിജയ് ദേവരകൊണ്ട അണ്ണ ഇങ്ങനെ പ്രഖ്യാപിക്കും. ഇത് മറ്റേ ഇതിനു ഫാമിലിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഒരു അമ്മൂമ്മയാണുള്ളത്, അച്ഛനും അമ്മേനെ ഒന്നും കാണിക്കുന്നില്ല. ഒരു അമ്മൂമ്മയുണ്ട്, 2 ചേട്ടന്മാരുണ്ട് പുള്ളിക്ക്. അതിലൊരു ചേട്ടൻ 6 കുടി ബാറി കിടന്നുള്ള കൂടി. അതിൻ്റെ റീസണൊക്കെ കേൾക്കുമ്പോഴാണ് ബാറിൽ പോയുള്ള കുടി, അവിടെ കിടന്നുള്ള അലമ്പ്, കടം കൊടുത്തവരൊക്കെ വീട്ടിൽ കയറി നിരങ്ങൽ, അങ്ങനത്തെ വിഷയമൊക്കെ. 2 പെണ്ടാട്ടിമാരുണ്ട് അവർക്ക്. അപ്പോൾ 2 ചേട്ടത്തിമാർ അവരുടെ കാര്യം നോക്കുന്നു. അവരുടെ കോച്ചിങ്ങളുടെ കാര്യം മൊത്തത്തിൽ പുള്ളി അങ്ങ് നോക്കുന്നു. ചിറ്റപ്പനാണെങ്കിൽ അച്ഛൻ്റെ സ്ഥാനം കൊടുത്ത് എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി സ്റ്റാറിൻ്റെ മെയിൻ കലാപരിപാടികൾ. അപ്പോൾ മൃണാൾ താക്കൂർ പുള്ളിനെ പ്രപ്പോസ് ചെയ്യും. പുള്ളിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്, നീ എന്തൊരു പൊളിയടേ, നീ ഇത്ര പേരുടെ കാര്യം നോക്കുന്നു, നീ നിനക്ക് വേണ്ടി ജീവിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ ഫാമിലിയിൽ ഉൾപ്പെടുവാണെങ്കിൽ നീ എന്നെയും ഇത്രത്തോളം സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ പ്രപ്പോസ് ചെയ്യാണ്. അപ്പം പുള്ളി പുള്ളി അപ്പോൾ കണ്ടീഷൻസ് പറയും. ഞാൻ ഭയങ്കര ഇതാണ്, രോഷകൂലനായ ഒരുത്തനാണ്, എനിക്ക് ഫാമിലി കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ, നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് അതിൽ ടൈം കിട്ടൂല, എനിക്ക് പിള്ളേരെ നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും നിന്റെ കൂടെ ഇതൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളാവാമെന്ന് പറഞ്ഞ് മൃണാൾ താക്കൂർ ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റാക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളി വീട്ടിൽ മൊത്തം ഒരു വലിയൊരു കളം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കാൻ, എന്ന് വെച്ചാൽ വെൽക്കം ടു അവർ ഫാമിലി എന്ന് പറഞ്ഞ് വലിയൊരു പ്ലക്കാർഡൊക്കെ അടിച്ചു വെച്ച് മൃണാൾ താക്കൂർ പുറത്ത് പോയി വരുമ്പോഴത്തേക്കും കൊണ്ടുവരണ ഒരു സ്കീം. അവിടെ തെളിയാണ് മൃണാൾ താക്കൂർ ഒരു കോളേജിൽ നിന്ന് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി, ഇങ്ങനത്തെ ഒരു എന്താ പറയുക, എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് മാൻ, ഇങ്ങനെ ഫാമിലി നോക്കുന്ന ഒരാളെ കുറിച്ചൊരു ബുക്ക് എഴുതാനാണ് പുള്ളിക്കാരി ഇവിടെ വന്നത്. പുള്ളിക്കാരിക്ക് സർവേ എടുക്കാനായിരുന്നു ഈ പുള്ളീനെ ഇങ്ങനെ പാട്ടിലാക്കിയെന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവിടെ വരികയാണ്. അവരുടെ കയ്യിൽ നിന്ന് പോയി നേരെ പുള്ളിക്കാരിൻ്റെ കോളേജിൽ പോകുന്നു, പുള്ളിക്കാരെ പള്ളു വിളിക്കുന്നു, ചേളത്തോട്ടം കൊടുക്കുന്നു. ഇതിങ്ങനെയൊന്നും അല്ല, ബുക്കിൽ ഓരോ പേജിനെയും ഡിസ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ പറയുന്നത്, ഇതിങ്ങനെയൊന്നും അല്ല, നമ്മളിങ്ങനെയൊന്നും അല്ല, ഇത് ഇപ്പോൾ പോവർട്ടി ഉണ്ടെന്നൊന്നും നിങ്ങൾ പറയരുത്, ഞങ്ങൾ ഉള്ളത് വെച്ചാണ് ജീവിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ കഞ്ഞി കുടിക്കാതെ അല്ല ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തെറിവിളി, പൂരത്തെറിവിളി. പിന്നെ അടുത്തൊരു സീൻ കാണിക്കുകയാണ്. മുമ്പ് എപ്പോഴോ ജഗപതി ബാബുവിൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ഐറ്റില്ല, കൺസ്ട്രക്ഷൻ കമ്പനീൻ്റെ ഒരു ഓണറാണ്, പേര് കേട്ടത്, നല്ല കോലി എറിഞ്ഞ് കളിക്കുന്ന ഒരു പേര് കേട്ട കമ്പനീൻ്റെ ഒരു മെയിൻ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി കുറേ കാലം മുമ്പ് എന്തോ ഈ ദേവരകൊണ്ട അണ്ണൻ്റെ
വർക്കൊക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നീ എൻ്റെ കമ്പനിയിലേക്ക് നമുക്ക് US പോകാന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ വിളിക്കുന്നു. പുള്ളിക്കാണെങ്കിൽ ഫാമിലിയിൽ വിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല അണ്ണ, എന്നെ വിട്ട്, ഞാൻ ഇവിടെ കഞ്ഞൂടി ജീവിച്ചോളാം, എനിക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി നിൽക്കുന്നു. എന്നിട്ട് ഇപ്പം മൃണാളത്താക്കുറായിട്ട് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ പുള്ളീൻ്റെ മൈൻഡ് ഇതാണ്, നമ്മൾ പാവങ്ങളെല്ലാം നമുക്ക് കാശുണ്ടെന്ന് കാണിക്കണം, നമ്മൾ ചിലവാക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി മൊത്തം അങ്ങ് വിട്ടിട്ട് നേരെ ജഗപതി ബാബുവിൻ്റെ അടുത്ത് പോകുന്നു. എനിക്കിവിടെ തിരിച്ചു കയറണമെന്ന് പറഞ്ഞാൽ പുള്ളി അപ്പം തന്നെ ഓക്കെ അടിക്കും. ഒന്നാമത്തെ അപ്പം തന്നെ പുള്ളി ഓക്കെ അടിക്കും, തിരിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ അടിക്കും. എന്നിട്ട് 2 വർഷത്തെ ശമ്പളം എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരണമെന്ന്, 1 കോടി രൂപ. പുള്ളി ഓക്കെ, അതും ഓക്കെ അടിച്ചു. പിന്നെ നേരെ പോയി iPhone 15 Pro Max, ഒരു ട്രയംഫിന്റെ ബൈക്ക്, ചേച്ചിമാർക്ക് മറ്റേ വലിയ സ്വർണ്ണ മാല, പിള്ളേരെയൊക്കെ വലിയ സ്കൂളിൽ വിടുന്നു, അവരെ മറ്റേ AC ബസ്സിലൊക്കെ കയറ്റി വിടുന്നു. ഇതൊക്കെ വീഡിയോ കോൾ എടുത്ത് മൃണാൾ താക്കൂറിനെ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ മറ്റേ ദേഷ്യത്തിൽ ഇങ്ങനെ ഭാവം അങ്ങനെ വെച്ചാൽ പുള്ളീൻ്റെ ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ്, പുള്ളീൻ്റെ ഒരു ട്രസ്റ്റ് എല്ലാം പോയല്ലോ അവിടെ. അതിൻ്റെ നമ്മളിങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ സമനില വിട്ട് പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക്. പക്ഷെ അപ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ ഒരു സാധനം തോന്നും, നമുക്കൊരു ചെറിയൊരു വിഷമമൊക്കെ തോന്നും. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ച് ചത്തിയായി, എന്തൊരു കാണിക്കണതെന്ന്. പിന്നെ അടുത്ത ട്വിസ്റ്റ് ഇത് ആദ്യത്തെ ട്വിസ്റ്റ് ആയിരുന്നു മറ്റേ തീസിസ് എഴുതുന്നത് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ട്വിസ്റ്റ്, ജഗപതി ബാബുവിന്റെ മോളാണ് മൃണാൾ താക്കൂർ. ആരും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വളരെ ഉറപ്പായിരുന്നു. ആദ്യത്തെ ട്വിസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ച് ഷോ കാണിച്ചപ്പോഴേ എനിക്ക് തോന്നി എവിടെങ്കിലും വെച്ച് ഇതിങ്ങനെ തന്നെ കൂട്ടിമുട്ടുമെന്ന്. പിന്നെ കുറച്ച് സീൻസ് ഉണ്ട്, അത് എടുത്തു പറയണം. ഈ വിജയ് ദേവരകൊണ്ടന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്നു, ഭയങ്കര ഹൈജീനിക്കാണ്, നല്ല സാധനങ്ങൾ. അതോടെ എന്ന് വെച്ചാൽ അവർക്കൊരു ടൈം ടേബിൾ ഉണ്ട്, ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു ടൈം ടേബിളും, ഇന്ന ദിവസം ബിരിയാണി കഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ആളാണ് കേട്ടോ. ഒരു മാവൻ എന്തോ രക്ഷിക്കാൻ പോണ ഒരു സീനുണ്ട്, അതിലൊരു ഹോട്ടൽ പോലത്താണ്, അതിൽ വാസ്തു ശരിയല്ലെന്ന് പറഞ്ഞ് ഈ മറ്റേ ഷവായി റോളിന്റെ പെട്ടിയൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നു, മറ്റേ മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ച് കളയുന്നു. ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ പോലെ വേറൊരു കൂറ സീനുണ്ട് പടത്തില്. ഈ അണ്ണൻ വെള്ളമടിച്ച് വഴി കിടക്കുന്ന അണ്ണൻ വെള്ളമടിക്കുന്ന റീസൺ വേറെ. ഈ എന്തൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഊക്കും, ദേവരകൊണ്ട നല്ല ഊക്കും. നീ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കണമെങ്കിൽ ഉത്തരം പറഞ്ഞാൽ പറ്റില്ല, നീ കൂടുതൽ മുടക്കണം എന്തിനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല. പുള്ളി അന്ന് കെട്ടി വിട്ട് എല്ലാം പോയി വെള്ളമടിച്ച് എല്ലാം ദൂർത്തടിച്ചങ്ങ് കിടക്കും. പുള്ളിയിലല്ല, എവിടെയും പോയി വെള്ളമടിച്ച് കിടക്കും. അവിടെ ഉള്ളമാര് ഇവനെ വിളിക്കും, ഞാൻ പൈസ ഇട്ട് അണ്ണാന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും, ഫാമിലി മാൻ. എന്നിട്ട് ഈ കൂറ ഫീ എന്ന് പറയുകയാണെങ്കിൽ പുള്ളി വെള്ളമടിച്ച് കടം വാങ്ങിച്ചൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മച്ചാൻ ഒരു ദിവസം ചുമ്മാ ഭയങ്കര റാൻഡായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോവാം. വീട്ടിൽ കയറിപ്പോയി ചോറ്റ് പാത്രം തുറന്ന് അവിടെ നിന്ന് ചോറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വടവടാന്ന് അടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഇങ്ങനെ വീട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ കള്ളുകൂടിയനായ മോൻ എൻ്റെ കാശ് വാങ്ങിച്ചായിരുന്നു, ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഓട്ടോ അയക്കും ഇങ്ങോട്ട്, ഒന്നെങ്കിൽ കാശുള്ള അവനെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ അവൻ്റെ പെണ്ടാട്ടീനെ അങ്ങോട്ട് കെട്ടിയെടുക്കുക. ഏത് നമ്മൾ സാധാരണ യൂഷ്വൽ സിനിമകളിൽ കാണുന്ന ഒരു ക്ലീശ സാധനം. പിന്നെ അത് കഴിഞ്ഞ് മുട്ട സീനുണ്ടത്. ഈ എവരുടെ ഒരു ഗ്രാനൈറ്റ് ഫാക്ടറി, മാർബിളിന്റെ ഫാക്ടറി എവിടെയാണ് വെച്ചാണ് ഇതൊരു ഫൈറ്റിലേക്കുള്ള ഒരു ബിൽഡപ്പാണ് ഇത്. ഓരോ ഓട്ടം ഒന്നിറങ്ങുന്നു. ആദ്യം ഈ ചേച്ചി ഒന്നിറങ്ങുന്നു, പിന്നെ വിജയ് ദേവരകൊണ്ട ഇറങ്ങുന്നു, പിന്നെ അമ്മുമ്മ ഇറങ്ങുന്നു, പിന്നെ മറ്റൊരു ചേച്ചി ഇറങ്ങുന്നു, പിന്നെ ഒരു 4-5 എത്രയോ പിള്ളേർ ഇറങ്ങണം. ഒരു ചെറിയ ഒറ്റ ഓട്ട കാണിക്കുന്നുള്ളൂ, വേറെ ഒന്നും കാണിക്കുന്നില്ല. ഒറ്റ ഓട്ടയിൽ ഇത്രയും പേരെ ഉൾപ്പെടുത്തി അവിടെ ഓടിച്ചോന്ന് വന്ന ആ ഒരു ഓട്ടോ അണ്ണന് ബിഗ് സല്യൂട്ട്. പിന്നെ അവിടെ ക്ലാസ്സാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ നിരത്തിയിരുത്തിയിട്ട് ഇങ്ങനെ പറയാണ്, ഇന്ന് നിങ്ങൾക്ക് ട്യൂഷനോ ഹോംവർക്കോ ഒന്നുമില്ല, ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. വീട്ടിലൊരാൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് പുള്ളി നല്ലൊരു ഇടി ഡെഫിനിഷൻ പുള്ളി അവിടെ കാണിച്ചു കൊടുക്കും. പ്രാക്ടിക്കലി പുള്ളി കാണിച്ചു കൊടുക്കും. ഫാമിലി സ്റ്റാർ എന്നാണ് സിനിമേന്റെ പേര്. ഏത് ഫാമിലി മാനാണ് പിള്ളേരെ വയലൻസ് കാണിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇടിച്ച് ചോരയൊക്കെ എന്ന് വെച്ചാൽ പിള്ളേർ ഈ ടേബിളിൽ ഇരിക്കാന്ന് വെച്ചോ,
ഇങ്ങനെ ഇട്ട് അടിക്കുകയാണ് ഒരുത്തരം തലവണ്ടയിട്ട്. എൻ്റെ അവർ തലയിട്ട് വന്നത് മാറ്റരുത്, തലയിട്ട് മാറ്റരുത്, നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ട് പഠിക്കണമെന്ന്. ഫാമിലി സ്റ്റാർ. പിന്നെ കൈയൊക്കെ വെച്ചാണ് ഇടിച്ചിടിച്ചിടിച്ച് ചോര തെറിപ്പിക്കും, കൈ വെച്ച് ഇടിച്ചിടിച്ച്. സെക്കൻഡ് ഹാഫ് ഫുള്ള് മറ്റേ കാശ് എറിഞ്ഞുള്ള US കളിയാണ്, US കെട്ടിയെടുക്കുക. എന്താ വെച്ചാൽ ഇപ്പം ഈ പുള്ളി അറിയുമല്ലോ, മൃണാൾ താക്കൂർ ബോസിന്റെ മോളാണ്, CEO ആണ് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും തിരിച്ച് സെക്കൻഡ് ഹാഫിൽ US ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് ആദ്യം കുറേ നേരം ഈ പുള്ളിക്കാരിനെ അവോയ്ഡ് ചെയ്യുന്നു, പിന്നെ പരിഗണിക്കാൻ തുടങ്ങുന്നു. അവസാനം ഇവരുടെ ഇടയിലുള്ള ഒരു സിങ്ക് വരുന്നു, എന്നാൽ അതൊരു ലവിലേക്ക് പോകുന്നില്ല, ക്ലൈമാക്സിലേക്ക് വരുന്നു. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, അവിടെ ഒരു ഫൈറ്റിന്റെ ഒരാവശ്യമില്ല, എന്നാലും ഒരു ഫൈറ്റ് വേണം എന്ന് പറഞ്ഞ് വില്ലന്മാരെയൊക്കെ ഇങ്ങനെ കൈകൊട്ടി വിളിച്ച് ഇറക്കിയിട്ടുള്ള ഒരു ഫൈറ്റ് പോലത്തെ ഒരു ഫൈറ്റ്. വിജയദേവരെ കൊണ്ട് അണ്ണ ഇങ്ങനെയാണ് പോണെങ്കിൽ, ഈ പോക്കാണ് പോണെങ്കിൽ പുള്ളി ഫീൽഡ് ഔട്ടാവും ഉറപ്പാണ്. പിന്നെ VFX CGI ചെയ്ത മച്ചാന്മാർക്കൊക്കെ അതെ ഇങ്ങനെ തൊഴുകയാണ് ഞാൻ. ഇവിടെ ഒരു ദോഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ടൈം ടേബിൾ രീതിയിലും ഭയങ്കര ലളിതമായ ജീവിതത്തിലും ഫുഡൊക്കെ കഴിച്ചു പോകുന്ന ഒരു കുടുംബമാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചി ദോശ ഇടുമ്പോൾ നല്ലോണം മാവൊക്കെ ഒഴിച്ച് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ദോശ ഇട്ട് പിള്ളേരെ കൊടുക്കണം. പറയും ഇത്ര രൂപ എന്തിനാണ് ഇങ്ങനെ മാവൊക്കെ കളയുന്നത്, ഇത്ര മാവൊന്നും വെച്ച് ദോശ ഇടേണ്ട ആവശ്യമില്ല. 3 കുത്തിടുക ദോശക്കല്ലില്, 3 കുത്തിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ദോശ ഇങ്ങനെ ഇട്ടെടുക്കുക. എന്നിട്ട് CGI ചെയ്ത ഒരു ദോശ ഇങ്ങനെ എടുത്ത് കാണിക്കണം. ഏത് പഴയ മറ്റേ കമ്പത്തില്ല, അതൊക്കെ പിന്നെ കാണാനും കൊള്ളാന്ന് പറയാം. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞൊക്കെ കൊടുക്കുന്നു. സോറി, അലാറം അടിച്ചാണ്, ഞാൻ നേരത്തെ എണീച്ചു. ആകെ മൊത്തം നല്ലൊരു അപരാധമായിരുന്നു. ഇത് ഇവിടെ തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ ഞാൻ പോയി കണ്ട് അനുഭവിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞാണ്. ഖുഷി എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ പോയി കണ്ട് കിടന്ന് കരഞ്ഞ ഒരാളാണ് ഞാൻ. എന്തിനു പറയാൻ, വിജയ അമ്മ. എന്തായാലും പിന്നെ ആകെ കൂടെ ഉള്ള ഒറ്റ പോസിറ്റീവ് പടത്തില് മൃണാൾ താക്കൂറിനെ ചുമ്മാ കണ്ടിങ്ങനെ വായുമ്പളന്നിരിക്കുക, അല്ലാതെ ഒരു കാര്യമില്ല. ആമസോൺ പ്രൈമിലും ഉണ്ട്, തമിഴിലും തെലുഗുവിലും ഉണ്ട്, മലയാളത്തിൽ പോലും ആർക്കും വേണ്ട. തമിഴാണ് ഞാൻ കണ്ടത്. സമയം കളയാനുണ്ടെങ്കിൽ മാത്രം, എനിക്ക് സമയം കളയാൻ അത്യാവശ്യം നല്ല രീതിക്ക് വന്ന സമയമുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഇരുന്ന് കണ്ടു. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, കാണാതെ ഇരിക്കുക. എനിവേ, ഒരു നല്ലൊരു ടോർച്ചർ. ബൈ ബൈ.